വരണുണ്ട്, കണക്കിന് കൊടുത്തേക്കണം. ജോ ജോ നിനക്കിങ്ങനെ നടന്നാ മതിയോ? ഇത്തിരി സീരിയസ്നെസ് ഒക്കെ വേണ്ടേ? എന്തിന്? ഒരു 5 വർഷം കൂടെ കഴിയട്ടെ, ഞാൻ വെച്ചിട്ട് ആയിക്കോളാം. അയ്യടാ, നിനക്ക് വയസ്സേ 18 അല്ല 24. 5 വർഷമൊന്നുമില്ല, ഒരു 3 കൊല്ലം കൂടെ തരും ഇങ്ങനെ കളിച്ച് നടക്കാനായിട്ട്. അതേ ഞാനൊന്നും സമ്മതിക്കില്ലാട്ടോ. എന്തായാലും തന്നെയൊക്കെ മെച്യൂരിറ്റി ഉണ്ട് എനിക്ക്. നിനക്ക് യൂട്യൂബിൽ നോക്കാതെ എന്തെങ്കിലും ചെയ്യാനറിയോ? ഒരു കാര്യം അറിയാം. പോടാ. ഓ, എന്ത് സുന്ദരിയാണോ താൻ. ആ, സുന്ദരിയാണ്, എനിക്കറിയാം. മതി നോക്കിയത്. വാ പോവാം. എഴുന്നേക്ക് വാ. ഇന്നെന്താണാവോ പ്രശ്നം? ഓ, ജസ്റ്റ് ഒന്ന് ഗോവ വരെ ട്രിപ്പ് പോയതാ. ഗോവയില് കഴിഞ്ഞ മാസമല്ലേ പോയേ? അത് 3 ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോണോണ്ട് എനിക്ക് തെറ്റിപ്പോയതാ. ഞാൻ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ഒന്ന് കഴിച്ചു നോക്ക്. ശകലം ചോറെടുക്കട്ടെ? ചോറ് വേണ്ട, അങ്കിളിന്റെ സ്പെഷ്യൽ ഫിഷ് മതി എനിക്ക്. എന്റെ പ്രത്യേക മസാല കൂട്ടാണ്. എങ്ങനുണ്ട്? അങ്കിൾ ആന്റിയെ കടത്തി വിട്ടോ കുക്കിങ്ങില്? അങ്ങനൊന്നുമില്ല. മര്യാദക്ക് ഈ പണിയെല്ലാം തീർത്ത് വെച്ചാലേ വൈകിട്ട് അലമാരയുടെ താക്കോല് കിട്ടൂ. എന്നാലല്ലേ 2 അടിക്കാൻ പറ്റൂ. എന്നിട്ട് 2 അല്ലല്ലോ അടിക്കുന്നേ. ഞാൻ 2 അടിക്കാറുള്ളൂ. പക്ഷെ പാപത്തിന് ഗ്ലാസിന്റെ അളവൊന്നും അറിഞ്ഞൂടാത്തോണ്ട് വലിയ 2 വെട്ട് ഗ്ലാസ് കൊണ്ട് കൊടുക്കും. 6 പെഗ്ഗാണ്. ഒരു കുപ്പി 2 ദിവസം കൊണ്ട് തീരും. കഴിക്കുമ്പം പൂക്കുറ്റിയാവണത് വരെ കഴിക്കണം. എന്നാലേ 4 തെറിവിളി കേൾക്കാവൂ. അങ്കിളിന് ആന്റിയുടെ തെറിവിളി കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും. പാവത്തിന് ആരെങ്കിലും ചീത്ത വിളിക്കണ്ടേ? മക്കളാണെങ്കിൽ വിദേശത്ത്, അതുകൊണ്ട് എന്നെ വിളിക്കും, ഞാൻ ഇരുന്ന് കേട്ടു കൊടുക്കും. ഈ പോളിസിക്ക് നിങ്ങൾ വർഷത്തിൽ 2 ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം. ഇടയ്ക്ക് വെച്ച് ലോൺ എടുക്കാം. അതിനിടയ്ക്ക് വെച്ച് നിങ്ങൾ തട്ടിപ്പോയാൽ ഫുൾ എമൗണ്ട് ഫാമിലിക്ക് കിട്ടും. അതാണ് അതിന്റെ ഹൈലൈറ്റ്. നിങ്ങൾക്ക് കോൾ അടിച്ചിരിക്കുകയാണ്. ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്നതാണോ അതോ ഫോൺ വിളിക്കാൻ വന്നതാണോ? എല്ലാം പറഞ്ഞ പോലെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. എന്റെ ചോദിച്ച ഒന്ന് വരുന്നുണ്ടോ? ആവേശം വേണ്ട. ഡ്രൈവിംഗിന് ആദ്യം വേണ്ടത് ക്ഷമ, സ്നേഹം, കരുണ, ഏകാഗ്രത, പിന്നെ ദീർഘവീക്ഷണം. ദീർഘവീക്ഷണം? അതെ, ഈ ദൂരേന്ന് സ്പീഡിൽ പാണ്ടിലോറി വരുന്നുണ്ടോ എന്നുള്ള ഒരു ദീർഘവീക്ഷണം. എന്റെ പൊന്ന് ചോദിച്ചാ, ആകപ്പാടെ കിട്ടുന്ന ഒരു 5 മിനിറ്റ്, അത് ക്ലാസ് എടുക്കാതെ ഒന്ന് പ്രാക്ടിക്കൽ ആക്കാൻ നോക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്, ക്ഷമ വേണം. പിന്നെ കരുണ. ബ്രേക്ക് പിടിച്ച് ആക്സിലറേറ്റർ കൊടുത്ത് പതുക്കെ റേസ് ചെയ്തോ, പതുക്കെ വിട്ടോ. എവിടെയായിരുന്നു? നിനക്ക് കാലത്ത് ചായ മേടിച്ചതിന്റെ പുറത്താണല്ലോ. ഞമ്മനുള്ള ആരും കിട്ടിയില്ലേ? രാവിലത്തെ ചായ തീർക്കേണ്ട പ്രശ്നം വൈകിട്ട് അത്താഴം വരെ എത്തിക്കണോ? ആ, അത് ന്യായം. എടുത്തോ. ഓ, ആക്രാന്തം. കുറച്ച് കറികൾ എടുക്കടാ. മതി. ഓ, ഇന്ന് മുഴുവൻ പട്ടിണിയായിരുന്നോടാ? ആരാടാ അത്? എന്റെ ഒരു ചെറിയ ഫ്രണ്ടാ. ചെറിയ ഫ്രണ്ടോ? അതെന്നാ ഫ്രണ്ടാ? അതൊരു ഫ്രണ്ടാ. ഞാൻ മണ്ടയ്ക്ക് പോയി കഴിച്ചോളാം. വേണ്ട, ഇവിടെ അമ്മ പോ. എന്നാലും എന്നും ഇവനെ ഈ സമയത്ത് ആരായിരിക്കും വിളിക്കുന്നേ? പണ്ട് നിന്നെ എന്ന ഈ സമയത്ത് വന്ന് കണ്ടോണ്ടിരുന്ന ആരാ? നിങ്ങളോ? വേറാരാ? അന്ന് ഫോണില്ലാഞ്ഞോണ്ട് നിന്നെ ഞാൻ നേരിട്ട് വന്ന് കണ്ടു. ഇന്നിപ്പോ പിള്ളേർക്ക് ഫോണുണ്ട്, അതിൽ കൂടെ വിളിക്കാം, കാണാം, പറയാം. കാലം മാറിപ്പോയി. പൊളിച്ചു. അവസാനം ഞാനേ ഒറ്റയ്ക്ക് ഓടിച്ചു. പോടാ. പിന്നെ ഈ ഡ്രസ് നിനക്ക് നല്ലോണം ചേരുന്നുണ്ട് കേട്ടോ. അതന്നെയല്ലേ നീ ഞാൻ ഏത് ഡ്രസ് ഇട്ടാലും പറയാറ്. നിന്നെ ഒന്ന് വർണ്ണിക്കാന്ന് വെച്ചപ്പം അവക്ക് ചാട വേണ്ട. ഈ കുരങ്ങനാണ് എന്റെ കൂട്ടുകാരൻ. ജോ, ഞാൻ നിന്നെ എന്റെ ടെടിക്ക് പരിചയപ്പെടുത്തിയതാ. ടെടി? ആ ശരി, എന്നാ ഞാൻ പോവാ. ഒരു ഉമ്മ വന്നിട്ട് പോ. ഇവിടെ സോറി,
ഇന്നത്തെ ഉമ്മ ഞാൻ ടെടിക്ക് കൊടുത്തു. ജോഗി എന്ന ആദരം. ഓക്കെ യുവക്കല്ലേ. എന്താടാ ബ്രേക്കപ്പിന് ഇടാൻ പറ്റിയ ഒരു സ്റ്റാറ്റസ് വേണം. എന്താ പറ്റി? അനുമോള് ഫോൺ എടുക്കുന്നില്ലടാ. ഇത് ബ്രേക്കപ്പാ, എനിക്ക് ഉറപ്പാ. അവൾ എന്നെ ഇട്ടേച്ചു പോയി. നീ ഇൻസ്റ്റയിൽ ഏതെങ്കിലും പേജിൽ പോയി നോക്ക്. എടാ ഞാൻ ഇനി നോക്കാൻ പേജുകളില്ല. ലവ് ആൻഡ് ലവ്ലി, യു ആൻഡ് മീ, കലിപ്പന്റെ കാന്താരി. നീ ഫ്രഷ് ആയിട്ടൊരു സ്റ്റാറ്റസ് നീ സെൻഡ് ചെയ്തതാ. എടാ, എന്നിട്ട് ആദ്യത്തെ ബ്രേക്കപ്പ് ഒന്നും അല്ലല്ലോ. അപ്പൊ സ്റ്റാറ്റസ് റിപ്പീറ്റ് വന്നാലും പ്രശ്നമൊന്നുമില്ല. എടാ നീ ഒന്ന് മോങ്ങായിരിയടാ. പറ്റുന്നില്ല, ഇതെനിക്ക് റിയൽ ലവ് ആയിരുന്നു. എന്നാ മോങ്ങിക്കോ, ഞാൻ കഴിക്കുവാ. ശരി. നമ്മളിഷ്ടമുള്ളവരെന്തായാലും നമ്മളെ വിട്ടു പോകുന്നില്ല. കാരണം പറഞ്ഞു നമ്മളിട്ട് ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം വെറീറ്റ. അപ്പോഴേ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരടിപൊളി വെറൈറ്റി സംഭവമായിട്ടാ. എന്നാണല്ലേ, സാധാരണ നിങ്ങൾ എന്നാ ചെയ്യുന്നേ? പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് കടുവും പൊട്ടിച്ചേച്ച് പിന്നെ ആ ഉള്ളി മുളകും ഒക്കെ ചേർക്കുന്നേ. ഞാൻ പക്ഷെ നേരെ തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പോവാ. അതായത് ആദ്യം ഞാൻ ഉള്ളി ഇടുന്നു, മുളകിടുന്നു, പിന്നെ അത് കഴിയുമ്പത്തേനും നമ്മുടെ സ്വന്തം കറിവേപ്പില ഇടുവാന്നേ. ശേഷം കടുകിടുന്നു. ഇനിയാണ് സംഭവം. നമ്മുടെ വെളിച്ചെണ്ണ, അതായത് അവസാനം ഒഴിക്കാൻ പോകുന്ന വെളിച്ചെണ്ണ ഞാൻ ദേ ഒഴിക്കാൻ പോവാന്നേ. എന്തു പറ്റി മമ്മി? അയ്യോ മുഖം കത്തിപ്പോയോ? ഇവിടെ പുളിക്കും. എനിക്കേ ഈ ആളി കത്തുന്ന നന്നായിട്ട് അറിയായിരുന്നേ, അതുകൊണ്ട് ഞാൻ പ്രിക്കോഷൻ എടുത്തായിരുന്നു. ആണോ? ആ, പപ്പ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ആ ഒരു മുട്ട എടുത്തായിരുന്നോ? ആ എടുത്തു. ഇത് ഫിനിഷ് ചെയ്യാൻ ഒരു മുട്ടയുടെ കുറവുണ്ടായിരുന്നു. കണ്ടോ എന്റെ ഗൃഹലക്ഷ്മിയാ. എങ്ങനെയുണ്ട്? ഓ നിന്റെ അമ്മ എന്നാടി ഈ വീട് കത്തിച്ച് കളയോ? ഒരു ബ്ലോഗർകാരി. അത് എന്നെ ഒന്ന് കോളേജിൽ കൊണ്ടാക്കാൻ പറ്റുമോ? ഇത് ഉച്ചയ്ക്ക് മുമ്പ് അപ്പാക്ക് ഫിനിഷ് ചെയ്യണം. അത് കഴിഞ്ഞൊരു വസ്തു കച്ചവടം ഉണ്ട്. നിന്റെ ഏട്ടനോട് പറയണ്ടോ വിടാൻ? ആ അതിലും വേറെ ഞാൻ ബസ്സിൽ കയറി പോകുന്നതാ. അവനിപ്പോഴും നേരം എടുത്തിട്ടുണ്ടാവില്ല. ഡേ നിക്കേ, ഞാൻ വരാം. ഇതാണോ ജോ 10 മണി? 10:15 സമയം. ഒരു 15 മിനിറ്റ് അല്ലേ ചക്കരെ? അതിന് ഇത്ര ദേഷ്യം വേണോ? എനിക്ക് എന്നെ ദേഷ്യം വന്നോ? ദേഷ്യം വന്നല്ലോ. മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. പട്ടാപകലാണ് അവന്റെ തമാശകളി. വണ്ടി എടുക്കുമോൻ. ജെനി, അപ്പൊ രാത്രിയൊക്കെയാണെങ്കിൽ കുറച്ച് തമാശ കളി ആവാം. അതിനെന്താ, ഒറ്റക്കിരുന്ന് തമാശ കളിച്ചു. ഓ ഈ ഡ്രാമ സീരീസിലൊക്കെ എന്തോരം ഉമ്മ വെക്കുന്നത്. ഞാനൊരു ഉമ്മ ഒക്കെ വന്നപ്പോ അത് പ്രശ്നം. ജോ ഡ്രാമ സീരീസ് ഒക്കെ കാണാൻ തുടങ്ങിയോ? മുഴുവനില്ല, ആ ഭാഗം മാത്രം. വൃത്തിട്ടോ നേരെ ഓടിക്കും.